ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മളെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും വിചാരിക്കാണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ എടുത്തപ്പോൾ മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മീൻകറി തയ്യാറാക്കുന്ന വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത്, അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കണക്കൊന്നും പറയണില്ല, ഒക്കെ 1-2 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാലയൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തേക്ക് എന്നും മക്കൾ ഇങ്ങനെ പറയും വെള്ളപ്പം വേണം. അപ്പോൾ ഇന്ന് എന്തായാലും അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കുറച്ച് അരി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിയിലേക്കുള്ള മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് കാബേജ് നമുക്ക് ഉപ്പേരിക്ക് അരിഞ്ഞെടുക്കാനുണ്ട്. ഇനി ഉപ്പേരിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കാൻ പോയതാണ് കേട്ടോ. തേങ്ങ പൊട്ടിച്ചപ്പോൾ നല്ല തണുത്ത മധുരമുള്ള വെള്ളം, അപ്പോൾ അതൊന്ന് കുടിച്ച് അപ്പോൾ നമ്മളെ ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്ഷീണത്തിന് 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ക്ഷീണം ഒക്കെ ഉണ്ടാവുമല്ലോ, അടുത്ത പണി നമുക്ക് എടുക്കണമെങ്കിലുള്ളവർ എനർജി ഡ്രിങ്ക് ആയിട്ടോ അങ്ങനെയൊക്കെ ആക്കി നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് രാഗി പൊടി വിരകിയതാണ് കേട്ടോ. അത് വെള്ളമാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വിരകിയതാക്കി. അപ്പോൾ കുറച്ച് സാധനമൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടയിലിട്ട് വെച്ചേ. അപ്പോൾ നമ്മളിന്ന് കുറച്ചധികം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തിനൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് 2 പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.